തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കണ്ണൂരിൽ ആവേശകരമായ സ്വീകരണം. വിമാനത്താവളത്തിൽ അമിത്ഷായെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചു. തളിപ്പറമ്പ് ടൗണിൽ പുഷ്പവൃഷ്ടിയോടെയാണ് വരവേറ്റത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം രാത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തിരുവനന്തപുരത്തെ വിവിധ പരിപാടികൾ പൂർത്തിയാക്കി BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്ത ശേഷമാണ് അമിത്ഷാ കണ്ണൂരിലേക്ക് എത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ BJPയുടെ ജില്ലാ നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്കൊപ്പമാണ് അദ്ദേഹം ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തളിപ്പറമ്പ് പട്ടണത്തിൽ നിരവധി BJP പ്രവർത്തകരാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വരവേറ്റത്. ഏതാണ്ട് 5:40 അദ്ദേഹം തളിപ്പറമ്പ് പട്ടണത്തിൽ നിന്നും രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അദ്ദേഹം അവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം വീണ്ടും തളിപ്പറമ്പ് പട്ടണത്തിലൂടെ എത്തി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്നും രാത്രിയോടുകൂടി അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയത്. എപ്പോഴാണ് അനീഷ് കുമാർ മടക്കം? എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് എത്തും. ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനും മറ്റു വഴിപാടുകൾക്കുമായൊക്കെ തങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ ക്ഷേത്രത്തിലെത്തിയ ശേഷം ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ചു. ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, ഏറ്റവും അപൂർവമായ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. നേരത്തെ അദ്ദേഹം ഒരു തവണ വരുന്നതിനായി നിശ്ചയിച്ചിരുന്നതാണ്, പക്ഷേ സമയക്രമം മാറ്റിവെക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ക്ഷേത്രം ദർശിക്കുന്നതിനുള്ള ആലോചനകൾ നേരത്തെ നടത്തിയിരിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തിന് ഏറ്റവും വലിയ വെങ്കല പ്രതിഷ്ഠ, ശിവന്റെ വെങ്കല വിഗ്രഹം സ്ഥാപിച്ചത്. എന്തായാലും ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഒരു നവീകരണത്തിന്റെ പാതയിലേക്ക് ക്ഷേത്രം എത്തുന്ന ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ക്ഷേത്ര ദർശനം നടത്തുന്നത്. എന്തായാലും വലിയ ശ്രദ്ധ ആകർഷിക്കും. ദേശീയ തലത്തിൽ പോലും ഈ അമിത്ഷായുടെ വരവോടുകൂടി ക്ഷേത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതുന്നത്. നേരത്തെ കർണാടകത്തിലെ അടക്കം പ്രശസ്തരായ പല വ്യക്തികളും എത്തി ദർശനം നടത്തി പോകുന്ന ക്ഷേത്രമാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയാലും മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ആയാലും DK ശിവകുമാർ അടക്കമുള്ള മറ്റ് ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ എത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എന്തായാലും ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ രാവിലെ മുതൽ ഈ കണ്ണൂർ പട്ടണത്തിലും ഒപ്പം തളിപ്പറമ്പിലുമൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ക്ഷേത്ര പരിസരത്തും വലിയ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ സാധാരണക്കാരായ ഭക്തർക്ക് ഈ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് ഈ അകത്ത് കയറുന്നതിനും മറ്റുമൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ആ നിയന്ത്രണങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അദ്ദേഹം ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം തളിപ്പറമ്പ് പട്ടണത്തിലേക്ക് എത്തും. അദ്ദേഹം ഇതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറിലധികമുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര. അവിടെ നിന്നും ഡൽഹിക്ക് മടങ്ങും. ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിൽ, പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടക്കമുള്ള ഉദ്ഘാടന ചടങ്ങും BJP പ്രവർത്തകർക്കായി ഉള്ള യോഗത്തിലുമൊക്കെ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും കണ്ണൂരിലേക്ക് എത്തിയത്. കണ്ണൂരിൽ അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഇപ്പോൾ ഉണ്ട്. അരമണിക്കൂറിൽ കൂടുതൽ രാജേശ്വരി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ ദർശനമുണ്ടായിരുന്നു. ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹവുമായി ആള് പുറത്തേക്ക് പോരുന്നു. നിരവധി ആളുകളാണ് ഇപ്പോഴും തളിപ്പറമ്പ് പട്ടണത്തിൽ അദ്ദേഹത്തിനെ കാണാനായി നിൽക്കുന്നത്. നേരത്തെ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് അദ്ദേഹത്തെ പ്രവർത്തകർ വരവേറ്റത്. എന്തായാലും അമിത്ഷാ അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ സന്ദർശനം കണ്ണൂരിലെ പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിരവധി പേർ ഇപ്പോഴും പട്ടണത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അമിത്ഷാ അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് അമിത്ഷാ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്ന
കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരമണിക്കൂർ നേരത്തോളം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മടക്കം. വഴിയിലുടനീളം പുഷ്പവൃഷ്ടിയോടുകൂടി ആളുകൾ കാത്തിരിപ്പുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ അമിത്ഷായെ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അമിത്ഷാ എത്തും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയാണ്. എപ്പോഴാണ് വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള മടക്കം? ഇതിനിടയിൽ ഇനി എന്തെങ്കിലും പരിപാടികളുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകളുണ്ടോ? അദ്ദേഹത്തിന് മറ്റു പരിപാടികളിലും ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ തളിപ്പറമ്പ് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഇരുവശത്തുമായി തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് അരമണിക്കൂർ യാത്ര ചെയ്താൽ അരമണിക്കൂറിലധികം വരുന്ന യാത്രയുണ്ട് വിമാനത്താവളത്തിലേക്ക്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ചേരും. അവിടെ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. എന്തായാലും അദ്ദേഹം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വലിയൊരു ജനക്കൂട്ടം റോഡിന്റെ ഇരുവശത്തുമായി അദ്ദേഹത്തെ കാണാനായി തടിച്ചു കൂടിയിട്ടുണ്ട്. ആ കാത്തു നിൽക്കുന്നവരെ നിരാശരാക്കാതെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നിന്നും മടങ്ങുന്നത്. എന്തായാലും നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷം വരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത് ഇത്തരം ഒരു സന്ദർശനം വരുന്നതോടെ ഈ നാടിന്റെ കീർത്തി വീണ്ടും പുറത്തേക്ക് എത്തും. ഒരുപാട് പുരാതനമായ ക്ഷേത്രമാണ്. ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ എത്തുന്ന ക്ഷേത്രമാണ് രാജേശ്വര ക്ഷേത്രം. അവിടേക്കാണ് ഇത്രമേൽ വിശിഷ്ടനായ ഒരു ആൾ എത്തുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കീർത്തി കൂടുതൽ പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാവും ഈ സന്ദർശനം വഴി ഉണ്ടാവുക എന്നതാണ്. എന്തായാലും തളിപ്പറമ്പ് പട്ടണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പോയിരിക്കുന്നു. രാജേശ്വര ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹം ക്ഷേത്രത്തിലെ ചടങ്ങുകളുമൊക്കെ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അതെ, അമിത്ഷാ ഇപ്പോൾ തളിപ്പറമ്പ് പട്ടണത്തിൽ നിന്നും അരമണിക്കൂർ ദൂരമാണ് ഇനി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ളത്. അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. അരമണിക്കൂറോളം നേരമാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്.